പ്രഭാഷണം തുടങ്ങാണ്ട്. അതായത് ഇപ്പോഴത്തെ വിഷയം സ്കൂളിലെ പ്രശ്നങ്ങളാണല്ലേ. ഇപ്പോൾ അവസാനമായിട്ട് സ്കൂളിൽ ബസ് ഫീസ് അടയ്ക്കാത്തതിന് ഒരു കൊച്ചിനെ വഴിയിൽ നിർത്തി അധ്യാപിക ഡ്രൈവറോട് പറഞ്ഞ് കയറ്റണ്ടെന്ന്. അല്ല, ആലോചിച്ച് നോക്കൂ, 5 വയസ്സുള്ള ഒരു കൊച്ച് റോഡിൽ നിൽക്കുകയാണ്, ബസ്സിൽ കയറ്റാത്തതുകൊണ്ട് റോഡിൽ നിൽക്കുന്നത്. ഏത് കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ അല്ലെങ്കിൽ അവനെയൊക്കെ വലിച്ചഴിച്ച് റോഡിൽ കൂടെ ഇഴക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവനൊക്കെ എന്ത് വിദ്യാഭ്യാസമാണ്, എന്ത് വിവരമാണ് ഈ സാർമാർ നമ്മുടെ ലോകത്തല്ലേ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1000 രൂപ ബസ് ഫീസ് കൊടുക്കാനില്ലാണ്ടല്ല, അതിൻ്റെ ഫാദർ എന്തോ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്നുണ്ട്. അപ്പം അവർ വിളിച്ചു പറഞ്ഞു കുറച്ച് വൈകുമെന്ന്. അതുപോലും മൈൻഡ് ചെയ്യാതെ ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന, വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന. ഇന്നിപ്പോൾ ഹിജാബ് വിഷയം ഉണ്ടായിട്ടുണ്ട്. ഹിജാബ് വിഷയത്തിൽ ഒരാൾക്ക് ധരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കാനുള്ള എന്തിനാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിലൊരു ക്രിസ്ത്യൻ സഭ അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇതിനേക്ക് കൂടുതൽ വലിച്ചഴിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ഭരണം അനുസരിച്ച് ഒരാൾക്ക് എന്ത് ധരിക്കണ്ട എന്നുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിന് എതിരെ സ്കൂളുകാർ കാണിക്കുന്ന വെറും നീചമായ പ്രവൃത്തി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും സ്കൂളുകളിലെ ഈ വക ധാർഷ്ട്യം, എല്ലാ സ്കൂളുകളിലും ഈ വക ധാർഷ്ട്യം ഉടൻ അവസാനിപ്പിക്കാനായിട്ട് നാട്ടുകാർ തന്നെ മുൻകൈ എടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.